നല്ലൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി നോക്കാം. ഇതിനായി നല്ല മണവും നല്ല മധുരവും ഉള്ള മാമ്പഴങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. മാമ്പഴം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്കായി ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 നുള്ള് കായം പൊടി, പെരുങ്കായം എന്നും പറയും, പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. ഒരു ഓറഞ്ച് കളറാണ് കറിക്ക് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട്. അതിനു മുൻപായി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കറി തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർക്കാവുന്നതാണ്. കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള അരപ്പിലേക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 തേങ്ങയുടെ 1/4 ഭാഗമാണ്. തേങ്ങയോടൊപ്പം തന്നെ 2-3 ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, എരിവുള്ള ഒരു ചെറിയ പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറുജീരകം, ഇതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കട്ടി തൈര് ഒഴിച്ചാണ് ഇത് അരയ്ക്കേണ്ടത്. വെള്ളം ഒട്ടും ചേർക്കേണ്ടതില്ല. എൻ്റെ കയ്യിൽ കട്ടി തൈര് കിട്ടിയില്ല, അപ്പോൾ ഉള്ള തൈര് കൊണ്ട് ഞാനാണ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇതെല്ലാം നല്ല നൈസായി അരച്ചതിന് ശേഷം നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന മാമ്പഴക്കറിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്യാം. ശേഷം അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടതാണ്. കൂടുതൽ തിളയ്ക്കാൻ പാടില്ല. അതിനുശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി തീർന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉലുവ പൊട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഒരുമിച്ച് പൊട്ടിച്ചെടുക്കാം. ശേഷം ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ഈ താളിച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് ഇളക്കാനൊന്നും പാടില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമ്മളത് വിളമ്പുമ്പോൾ മാത്രമാണ് അത് ഇളക്കാൻ പാടുള്ളൂ. അതുവരെ അതിൻ്റെ ആ വെളിച്ചെണ്ണയും കടുകും എല്ലാം അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കണം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.